ടു SLS അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ടാഗ് ക്വസ്റ്റ്യൻ ആണ്. ടാഗ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ടാഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. LDC എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തുള്ള ടാഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അൺ അക്കാഡമിയിലും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 കോഴ്സുകളാണ്. ഒന്ന് കേരളത്തിലെ ജില്ലകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞങ്ങളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ എങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സെന്റൻസ് എന്ന് നോക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പൊ അതിനകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? നോട്ട് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ചേർക്കണം? നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നോട്ട് ഇല്ലെങ്കിൽ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് നോട്ട് ചേർക്കണം. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മുടെ ടാഗ് ക്വസ്റ്റ്യന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം, ഇതാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് നോട്ട് ഉണ്ടോ? നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നോട്ട് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നത്തിങ് എന്ന വേർഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചേർക്കണമെന്ന് ഇപ്പൊ മനസ്സിലായി. നോട്ട് ചേർക്കണ്ട എന്ന് മനസ്സിലായി. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നത്തിങ് ഉണ്ട്, നോട്ട് ഉണ്ട്, ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചേർക്കണ്ട. അപ്പൊ അടുത്ത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഉണ്ട്. ഇതാണ് വാസ്. ക്ലിയർ ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെ വരും: വാസ് ഇറ്റ്. ക്ലിയർ ആണോ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് വാസ് ഇറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം: ഷീ സാങ് വെൽ. നമുക്ക് ഇവിടെ നോക്കാം. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചേർക്കണം? നെഗറ്റീവ് ചേർക്കണം. അടുത്ത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ നോക്കുക. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓക്സിലറി വെർബ് ഇല്ല. അങ്ങനെയാണെങ്കിൽ മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്ന സാങ് ആണ്. എന്താ സാങ്ങിനെ എങ്ങനെ പിരിക്കും? സാങ്ങിനെ ഡിഡ് പ്ലസ് സിങ് ആണോ സാങ്. ക്ലിയർ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓക്സിലറി വെർബ് എടുക്കാം. ഇതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ആക്കാം. ഡിഡിന്റ്. അടുത്ത ഡിഡിന്റ് ഷീ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ: നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പെട്ടെന്ന് കിട്ടത്തില്ല. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. നൺ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണ്ട? നോട്ട് ചേർക്കണ്ട എന്ന് മനസ്സിലാക്കണം. അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇതിനകത്ത് ഇല്ല. അടുത്ത് നോക്കേണ്ടത് മെയിൻ വെർബ് ഏതാണ്? അറൈവ്ഡിനെ നമ്മൾ പിരിക്കണം. എങ്ങനെ പിരിക്കാം? ഡിഡ് പ്ലസ് അറൈവ് ആണ് അറൈവ്ഡ്. ക്ലിയർ? നമ്മുടെ ഇവിടെ ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. നണ്ണ് വന്നാൽ അതിന്റെ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്ട് എന്തായിരിക്കും? ദേ ആയിരിക്കും. ഡിഡ് ദേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഡിഡ് ദേ. ക്ലിയർ? അടുത്ത ചോദ്യം: ഐ ആം നോട്ട് അറ്റ് ആൾ സാറ്റിസ്ഫൈഡ്. അടുത്ത ചോദ്യം: ഐ ആം നോട്ട് അറ്റ് ആൾ സാറ്റിസ്ഫൈഡ്. ഇത് നോക്കുക. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ കിട്ടും. നോട്ട് എന്ന് പറയുന്ന വാക്കുണ്ട്. എന്താണ്? നെഗറ്റീവ് വാക്കാണ്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗില് നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്ത് അയ്യാം എന്ന് വന്നാൽ എന്ത് എഴുതും? അയ്യാം എന്ന് ഇത് വരെയാണെങ്കിൽ ആറിന്റ് ഐ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു നോട്ടും കൂടെ ഉണ്ട്. നോട്ട് ഉണ്ടെങ്കിൽ അയ്യാം എന്തായിട്ട് മാറും? ആമൈ ആയിട്ട് മാറും. ക്ലിയർ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ആമൈ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ഐ ആം എൽഡർ ടു യു. അപ്പൊ നേരത്തെ കറക്റ്റ് ഇതിൽ തന്നെ കിട്ടി. ഇത് പോസിറ്റീവ് സെൻസ് ആണ്. ഇതിനെ നെഗറ്റീവ് ആക്കണം. എന്ത് ചെയ്യണം? ആറിന്റ് ഐ. R into I. Clear?
അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ദേ ലീവ് ഇൻ ദ ടൗൺ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആക്കണമെന്ന് ഒരു പോയിന്റ് മനസ്സിലായി. അടുത്ത് നോക്കേണ്ടത് ഇതില് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ ഭാഗം എന്താണ്, മെയിൻ വെർബിനെ പിരിക്കുക. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഏതാണ്, ലീവ്. ലീവിനെ പിരിക്കുമ്പോൾ എന്ത് എഴുതും, ഡു പ്ലസ് ലീവ് ആണ് ലീവ്. ക്ലിയർ? വെർബ് കിട്ടി ഡു. അടുത്ത ഡു. അപ്പൊ ഇതിനെ എന്തിലോട്ട് മാറ്റണം, നെഗറ്റീവിലോട്ട് മാറ്റണം. അപ്പൊ നോട്ട് ചേർക്കുക, ഡോണ്ട് ദേ. ക്ലിയർ? നെഗറ്റീവ് ഡോണ്ട് ദേ. അടുത്ത ഷീ ലീവ്സ് ഇൻ മുംബൈ. ഇപ്പൊ നോക്കേണ്ടത് ആദ്യമായിട്ട് നോക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഇത് എന്താണ്, പോസിറ്റീവ് സെൻസ് ആണ്. ഇപ്പൊ നെഗറ്റീവ് മാറ്റണം. നെഗറ്റീവിലോട്ട് മാറ്റുമ്പോൾ നോട്ട് ചേർക്കണം. ഒരു പോയിന്റ് ആയി. അടുത്ത രണ്ടാമത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. അടുത്ത എന്ത് ചെയ്യണം, മെയിൻ വെർബിനെ പിരിക്കണം. അവിടുത്തെ മെയിൻ വെർബ് ലീവ്സ്. ലീവ്സിനെ പിരിക്കുമ്പോൾ എങ്ങനെ പിരിക്കാം, ഡസ് പ്ലസ് ലീവ്. ഡസ് പ്ലസ് ലീവ് ആണ് ലീവ്സ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി ഡസ്. അടുത്ത നോട്ട് ചേർക്കണം, ഡസിന്റ്. ഡസിന്റ് ഇവിടുത്തെ pronoun of the subject എന്ന് പറയുന്നത് ഏതാണ്, ഷീ. ഡസിന്റ് ഷീ. ഇവിടുത്തെ ടാഗ് ക്വസ്റ്റ്യൻ ഏതാണ്, ഡസിന്റ് ഷീ. അടുത്ത നോക്കണ്ടേ, നൺ ഓഫ് ദ പ്ലെയർ കെയിം ഇൻ ടൈം. അടുത്ത ചോദ്യം, നൺ ഓഫ് ദ പ്ലെയർ കെയിം ഇൻ ടൈം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കേണ്ടത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് നോക്കാം. എന്താണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലായി, നൺ എന്ന വാക്കുണ്ട്, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മള് പോസിറ്റീവിലോട്ട് മാറ്റണം. ഇതിനടുത്ത് ഓക്സിലറി വെർബ് ഉണ്ടാ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. അങ്ങനെയാണെങ്കിൽ മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് കെയിം ആണ്. എന്താണ്, ഡിഡ് പ്ലസ് കം. ഡിഡ് പ്ലസ് കം ആണ് കെയിം. ഡിഡ് പ്ലസ് കം ആണ് കെയിം. ക്ലിയർ? ഇപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. നെഗറ്റീവ് പോസിറ്റീവ് സെന്റൻസ് ആണ് ആക്കേണ്ടത്. നെഗറ്റീവ് നോട്ട് ഉണ്ട്, അതുകൊണ്ട് നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കേണ്ടത് നണ്ണ് വന്നാൽ. നണ്ണ് വന്നാൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്ന, നണ്ണ് വന്നാൽ യൂസ് ചെയ്യേണ്ടത് നൺ ദേ ആണ്. ക്ലിയർ ആണോ? എന്താണ്, pronoun of the subject എന്തായിരിക്കും, ദേ ആയിരിക്കും. നണ്ണ് വന്നാൽ ആ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്, ദേ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? മറന്നു വരുന്നു. അടുത്ത ചോദ്യം പോവാം. നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് വിൽ ഹാപ്പൻ. അപ്പൊ അടുത്ത ചോദ്യം, നത്തിങ് വിൽ ഹാപ്പൻ ഇത് എന്ത് സെന്റൻസ് ആണ്, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് സെന്റൻസ്. എന്താണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്, നത്തിങ് എന്ന വാക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ എന്തായിട്ട് എഴുതണം, പോസിറ്റീവ് ആയിട്ട് എഴുതണം. അടുത്ത നമ്മൾ നോക്കേണ്ട ഓക്സിലറി വെർബ് ആണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് വില്ല്. അപ്പൊ എന്താ എഴുതാം, വിൽ ഇറ്റ്. നത്തിങ് pronoun of the subject ആയി വന്നാൽ ക്വസ്റ്റ്യൻ ആക്കി എന്തായിരിക്കും എഴുതേണ്ടത്, ഇറ്റ്. മറന്നു പോകരുത്. അടുത്ത ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. അടുത്ത സെന്റൻസ് ആണ് ചിൽഡ്രൻസ് പ്ലേ ഫുട്ബോൾ. എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇത് സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എഴുതണം, നോട്ട് ചേർക്കണം എന്ന് മനസ്സിലാക്കുക. അടുത്ത ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് പ്ലേ ആണ്. പ്ലേ നമ്മൾ പിരിക്കുമ്പോൾ എങ്ങനെ പിരിക്കണം, ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് കിട്ടി ഡു. അടുത്ത ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവിലോട്ട് മാറ്റണം, ഡോണ്ട്. അടുത്ത എന്താണ്, ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, പ്ലൂറൽ വെർബാണ്. അപ്പൊ ഡോണ്ട് ദേ. ക്ലിയർ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, മീന ഡാൻസ്ഡ് വെൽ. മീന ഡാൻസ്ഡ് വെൽ ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഫസ്റ്റ് പോസിറ്റീവ്, ഇതെന്താണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നോട്ട് ചേർക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. അങ്ങനെയാണെങ്കിൽ മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് ഡാൻസ്ഡ്. ഡാൻസിനെ എങ്ങനെ പിരിക്കും, ഡിഡ് പ്ലസ് ഡാൻസ്. ഡിഡ് പ്ലസ് ഡാൻസ് ആണ് ഡാൻസ്ഡ്. ഡിഡ് പ്ലസ് ഡാൻസ്ഡ് ആണ് ഡാൻസ് ആണ് ഡാൻസ്ഡ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ ഓക്സിലറി കിട്ടി ഡിഡ്. ഇനി അടുത്ത് എന്ത് ചേർക്കണം, നോട്ട് ചേർക്കണം, നോട്ട്. അടുത്ത് എന്താണ്, മീനയാണ് ഇവിടുത്തെ സബ്ജക്ട് എന്നാണ്. അപ്പൊ എന്തായിട്ട് pronoun of the subject എന്തായിരിക്കും, ഷീ. ക്ലിയർ? ഡിഡിന്റ് ഷീ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിന്റ് ഷീ. അടുത്ത some of us wanted to stay longer. ക്വസ്റ്റ്യൻ നോക്കുക, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് ആക്കണം. അടുത്ത് എന്ത് ചെയ്യണം, എവിടുത്തെ ഓക്സിലറി വെർബ് ഉണ്ടാവും നോക്കുക. ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബിനെ പിരിക്കണം. വാണ്ടഡ്. വാണ്ടഡിനെ എങ്ങനെ പിരിക്കാം, ഡിഡ് പ്ലസ് വാണ്ട്. ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ്. ക്ലിയർ? ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. അടുത്ത നെഗറ്റീവിലോട്ട് മാറ്റണം,
നോട്ട് ചേർക്കുക. ഡിഡിന്റ്. അടുത്ത എന്താണ്? പ്രോണൗൺ ഓഫ് ദ സബ്ജക്ട്. സം ഓഫ് അസ് എന്നീ പ്രയോഗങ്ങൾ, സം ഓഫ് അസ് എന്ന പ്രയോഗം വന്നാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് യൂസ് ചെയ്യണം? വി യൂസ് ചെയ്യണം. അപ്പൊ ഡിഡിന്റ് വി എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അടുത്ത ഐ ആം നോട്ട് ലേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞത് ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് നോക്കുക. ഇത് എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ടിലൂടെ മാറ്റണം. അപ്പൊ ഇത് നോക്കേണ്ടത് ആം നോട്ട് എന്ന് വന്നാൽ എന്തായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്? ആം ഐ. ക്ലിയർ ആണോ? ആം നോട്ട് എന്ന് വന്നാൽ ആം ഐ ആയിരിക്കും എന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. അതുപോലെ തന്നെ ആം ഐ എന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ആറിന്റ് ഐ ആണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ആം നോട്ട് എന്നാണ് വന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ആം ഐ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ. അടുത്ത they went to a film. ക്വസ്റ്റ്യൻ എന്താണ്? പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തിലോട്ട് മാറ്റണം? നെഗറ്റീവിലോട്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലോട്ട് മാറ്റണം. അപ്പൊ അടുത്ത രണ്ടാമത് നോക്കേണ്ടത് ഓക്സിലറി വെർബ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമ്മള് മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് വെന്റ് ആണ്. വെന്റ് എന്താണ്? ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. ക്ലിയർ? അപ്പൊ ഡെഡ്. അടുത്ത നെഗറ്റീവിലോട്ട് മാറ്റണം. നോട്ട്. ഡിഡിന്റ് ദേ. ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിന്റ് ദേ. ക്ലിയർ? അടുത്ത the project was highly rewarded to the rural people. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്? പോസിറ്റീവ് സെൻസ് ആണ്. ഇത് നെഗറ്റീവിലോട്ട് മാറ്റണം. എന്താണ്? ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? വാസ്. നെഗറ്റീവിലോട്ട് മാറ്റണം. വാസിന്റെ ദ പ്രോജക്റ്റ്. ഒരു തിങ്ങിനെ കുറിച്ച് പറയുന്നത് വാസിന്റ് ഇറ്റ്. ക്ലിയർ? 15 ടൈം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.